നമസ്കാരമുണ്ട്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞെരുമകളെന്ന കവിവചനം ഓർത്തുകൊണ്ട് കമൻ്റ് തൊഴിലാളി തുടങ്ങുകയാണ്. നമ്മുടെ രാജ്യത്തെക്കുറിച്ച് ഉല്ലയിക്കുമ്പോൾ നമുക്കെല്ലാവർക്കും അന്തരംഗം അഭിമാനപൂരിതമാകും. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര. ആരുടെ ചോരയാണ് ഈ തിളച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള ചോദ്യമാണ് ബാക്കി, വേറെ ഒന്നുമല്ല. മലയാളികളൊന്നടങ്കം കേരളം പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു സംഭവം ഇപ്പോൾ കഴിഞ്ഞതേ ഉള്ളൂ. യൂണിയൻ ബജറ്റ്. ധനമന്ത്രി നിർമ്മല സീതാരാമൻ യൂണിയൻ ബജറ്റ് അവതരിപ്പിച്ചു. 1 മണിക്കൂർ 18 മിനിറ്റൊക്കെ നീണ്ടു നിന്ന് താരതമ്യേന ചെറിയ ബജറ്റ് പ്രസംഗമൊക്കെ ആയിരുന്നു. എന്തായാലും കിട്ടുമോ എന്ന് പറഞ്ഞ് ഇവിടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നോക്കുമ്പോഴങ്ങനെ ബജറ്റിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ബീഹാർ 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 എന്ന് മാത്രമേ പറയുന്നുള്ളൂ എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ പരാതി. ബീഹാറിന് കൊടുത്തോട്ടെ, കേരളത്തിന് വല്ലതും ഉണ്ടോ? അവിടേക്ക് വരാം. ബീഹാർ കഴിഞ്ഞാൽ പിന്നെ കേന്ദ്ര സർക്കാരിനെ താങ്ങി നിർത്തുന്നത് ആന്ധ്രയാണല്ലോ. 6 മാസം മുമ്പ് ഒരു ബജറ്റ് അവതരിപ്പിച്ചു. അതിനകത്ത് ആന്ധ്രയിലെ ഒരു കുടിവെള്ള പദ്ധതിക്ക് 5600 കോടി എന്തോ അനുവദിച്ചു. 6 മാസം കഴിഞ്ഞ് അടുത്ത ബജറ്റ് വന്നപ്പോൾ അപ്പോഴും കൊണ്ട് അതേ കുടിവെള്ള പദ്ധതിക്ക് 5900 കോടിയാണ് കണ്ടത്. ആന്ധ്രക്കാർ വെള്ളം കുടിച്ച് ഒരുപാട് വരത്തേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും. ആന്ധ്രക്കാർ വെള്ളം കുടിക്കുന്നത് പോലെ തന്നെ കേരളക്കാരും മലയാളികളും വെള്ളം കുടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഇവിടെ ഒന്നും തന്നിട്ടില്ല എന്നാണ് പരാതി. ബജറ്റ് അവതരണം കഴിഞ്ഞ ഉടനെ നമ്മുടെ മന്ത്രിമാരും എന്തിന് പ്രതിപക്ഷ നേതാവ് അടക്കം വന്ന് ഒന്നും കിട്ടിയില്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞു. അരച്ചു പറക്കി നോക്കി. അല്ല മാഡം, എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? വയനാട് പുനരധിവാസത്തിന് എന്തെങ്കിലും? ഞങ്ങളില്ലേ ഇവിടെ? ഇല്ല. വിഴിഞ്ഞമാണല്ലോ നമ്മുടെ സ്വപ്ന പദ്ധതി. വിഴിഞ്ഞം പദ്ധതിക്ക് വേണ്ടി എന്തെങ്കിലും? ഞങ്ങളില്ലേ ഇവിടെ? എയിംസ് വളരെ കാലമായി കേരളത്തിൻ്റെ ആവശ്യമാണെന്നറിയാലോ. എന്തായാലും തന്നിട്ടുണ്ടോ? ഞങ്ങളില്ലേ ഇവിടെ? അതുമില്ല. ഒരു മുട്ടപ്പിന്നെങ്കിലും തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ്. ഞങ്ങളില്ലേ ഇവിടെ? ഈ രണ്ടുപേരും അവിടെ ഉണ്ടെന്ന് മനസ്സിലായല്ലോ. 12 ലക്ഷം വരെ ആദായ നികുതിയില്ലെന്ന ധനമന്ത്രിയുടെ പ്രഖ്യാപനത്തിന് സല്യൂട്ട് ചെയ്ത സുരേഷ് ഗോപിയുടെ ദൃശ്യം വൈറലായിരുന്നു. കേരളത്തിന് വേണ്ടി വല്ലതും ഉണ്ടെന്ന് ചോദിച്ചാൽ പിള്ളേരെ നിങ്ങൾ ആവശ്യമില്ലാതെ പണ്ടൊക്കെ ചിലവാക്കി കളയാതെ സൂക്ഷിച്ച് ചിലവാക്കൂ, എന്തെങ്കിലും തരുവൊക്കെ എന്ന് പറഞ്ഞാൽ പത് ഉടായ്പ് പറഞ്ഞ് പുള്ളി മുങ്ങി. ജോർജ് കുര്യൻ കേന്ദ്ര സഹമന്ത്രിയാണ്. കേരളത്തിൻ്റെ അക്കൗണ്ടിൽ നല്ല ആയത് എന്ന് പ്രത്യേകം ആലോചിച്ചോണം. അദ്ദേഹം കേന്ദ്രമന്ത്രിയാണ്. അല്ല സാറേ, ബജറ്റിൽ ഒന്നും തന്നില്ലല്ലോ, കേരളത്തിന് ഇങ്ങനെ അവഗണിക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ പുള്ളിയുടെ മറുപടി ഇതേപോലെ. ഞാൻ പറഞ്ഞില്ലേ, പിന്നോക്കം നിൽക്കുന്ന സ്റ്റേറ്റുകൾക്കാണ് കൊടുക്കുന്നത്. കേരളം പിന്നോക്കമാണെന്ന് പ്രഖ്യാപിക്കൂ. കേരളം മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ വിദ്യാഭ്യാസപരമായിട്ട് പിന്നോക്കമാണ്, സാമൂഹ്യപരമായിട്ട് പിന്നോക്കമാണ്, ഇൻഫ്രാസ്ട്രക്ചർ രീതിയിൽ ഞങ്ങൾ പിന്നോക്കമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കമ്മീഷൻ പരിശോധിക്കും. കമ്മീഷൻ പരിശോധിച്ചിട്ട് ഗവൺമെൻറ് റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയാണ് തീരുമാനിക്കല്ല, ഗവൺമെൻറ് അല്ലല്ലോ. എങ്ങനെ ഇരിക്കുന്നു? അതായത് ഈ കാലം കൊണ്ട് കേരളം ഉണ്ടാക്കിയ മുഴുവൻ പുരോഗതിയിൽ നിന്നും പിന്നോട്ട് നടക്കണം എന്നാണ് ജോർജ് കുര്യൻ സാർ പറയുന്നത്. ഇവിടെ റോഡില്ല, വിദ്യാഭ്യാസമില്ല, ജീവിക്കാൻ നിവൃത്തിയില്ല എന്ന് നമ്മൾ പോയി എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് എന്തെങ്കിലും തരും. സൂപ്പർ മനോഭാവമാണ്, പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കേരളത്തോട് ക്രൂരമായിട്ടുള്ള അവഗണനയും വിവേചനവും കാണിച്ചിട്ട് നിങ്ങൾ പിന്നാക്കമാണെന്ന് പറഞ്ഞാൽ തരാം, എന്താ ഭിക്ഷ തരുന്നതാണ്? എന്താ ജോർജ് കുര്യൻ്റെ ധാരണ? കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ. ആരുടെ ചോരയാണ് തിളയ്ക്കുന്നത് എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഏതായാലും ജോർജ് കുര്യൻ സാറിൻ്റെ പ്രസ്താവനയ്ക്കെതിരെ വലിയ പ്രതിഷേധമാണ്. പക്ഷേ ജോർജ് കുര്യൻ സാർ രക്ഷപ്പെട്ടു. കാരണം പുള്ളി ഇത് പറഞ്ഞ് ഏതാണ്ട് 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് കുറച്ചുകൂടെ വലിയ പ്രസ്താവന അപ്പുറത്തുനിന്ന് വന്നു. ആര്? ആക്ഷൻ ഹീറോ ശരിക്കും ആക്ഷൻ ഹീറോയായി. ഡൽഹിയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ മലയാളികളെയൊക്കെ വിളിച്ചു ചേർത്ത് ഒരു പ്രസംഗം. അതായത് സുരേഷ് ഗോപി നമുക്കറിയാം, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് പരസ്യമായി പറഞ്ഞ മനുഷ്യനാണ്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ അദ്ദേഹം പറഞ്ഞത്, അതായത് ഈ ആദിവാസികളുടെ, പിന്നോക്കക്കാരുടെ അവരുടെ വകുപ്പുകളൊക്കെ കൈകാര്യം ഉന്നത കുലജാതനായ ആരെങ്കിലും വരുന്നതാണ് നല്ലത്. ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ. അതാ തേങ്ങാക്കുല, മാങ്ങാക്കുല എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇതെന്താണ് ഈ ഉന്നത കുല എന്ന് ചോദിച്ചാൽ അത് സുരേഷ് ഗോപിക്ക് മാത്രം പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഏതായാലും അദ്ദേഹം അത് പറഞ്ഞ് പുലിവാലും പിടിച്ചു. ഞാൻ 2016 MP ആയ ആ കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട്, എനിക്ക് സിവിൽ ഏവിയേഷൻ വേണ്ട, എനിക്ക് ട്രൈബൽ തരും.
ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്ത ആളാവുകയില്ല. എന്റെ ആഗ്രഹമാണ്, എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം. സംഗതി സുരേഷ് ഗോപിക്ക് ജാതി പറയുന്നുണ്ടോ, സുരേഷ് ഗോപിക്ക് ജാതി ചിന്ത ഉണ്ടാകുന്നുണ്ടോ, അത് പാടില്ല എന്നൊന്നും പറയാൻ ഞാനാളല്ല. പക്ഷേ ഭീതിയോ പ്രീതിയോ സ്നേഹമോ വിദ്വേഷമോ കൂടാതെ ഭരിക്കും എന്ന് അദ്ദേഹം കൈ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ഒരു പുസ്തകം, ഇന്ത്യൻ ഭരണഘടന എന്നാണ് അതിൻ്റെ പേര്. വല്ലപ്പോഴൊക്കെ അതൊന്ന് വായിച്ചു നോക്കുന്നത് നല്ലതാണ് എന്ന് മാത്രമേ അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളൂ. പിന്നെ എത്രയൊക്കെ ഒളിപ്പിച്ചു വച്ചാലും ഉള്ളിലെ ജാതിബോധം പുറത്തേക്ക് വരും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം കൂടിയാണ് കഴിഞ്ഞ ദിവസത്തെ സുരേഷ് ഗോപിയുടെ പറച്ചിൽ എന്നും പറയാം. ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും ചട്ടമ്പി സ്വാമിയൊക്കെ ഉഴുതുപറിച്ച കേരളത്തിൻ്റെ മണ്ണിലാണ് സുരേഷ് ഗോപിയെപ്പോലുള്ളവർ വീണ്ടും വന്നു നിന്ന് ജാതികളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നത്. അതും ഉന്നത കുലജാതിയുടെ ചിന്തകളെക്കുറിച്ച് ഉറക്കെ സംസാരിക്കുന്നത്. ഏതായാലും ഈ തൃശ്ശൂർ എനിക്ക് വേണം എന്ന് പറഞ്ഞ് ജയിച്ചു പോയ അദ്ദേഹത്തെ ഓർത്ത് ഞങ്ങൾക്കിപ്പോൾ ഇത് തന്നെ വേണം എന്ന് പറയുകയായിരിക്കും തൃശ്ശൂരുകാർ. സാരമില്ല, നന്നാവാൻ ഇനി സമയമുണ്ട്, കാണാം.